Hello guys, welcome back to my YouTube channel Friday Nights Vlog. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നല്ല ചില്ല് ചെയ്ത് നിൽക്കുന്ന കുമളിയിലാണ്. കുമളിയിൽ ഫെലിസിറ്റ ഹോംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേയിലാണ് വന്നേക്കുന്നത്. ബാക്കി ഞാൻ കാണിച്ചു തരാം. എൻ്റെ തൊണ്ട പോയി. കിച്ച് കിച്ച്. ഓയ് വിശാൽ, are you awake? ഹായ്. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഓ മൈ ഗോഡ്, മൈ മൂക്ക് ഹാസ് കിച്ച് കിച്ച്. ഇതിവിടെ നോഹാസ് ആക്ക് എന്ന് പറഞ്ഞിട്ട് നോഹയുടെ പെട്ടകം പോലെ ഒരു കോട്ടേജ് പോലെയാണ്. ഇവിടെ താമസിക്കാൻ ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഭയങ്കര രസമാണ്. ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പെട്ടെന്നൊരു സഡൻ വ്ലോഗാണ് ഉദ്ദേശിച്ചത്. ഇന്ന് രാത്രി ഞങ്ങളിപ്പോൾ ഇവിടെ കുമളിയിൽ എത്തിയത് രാത്രിയിൽ ഒരു 11:30 ആയെന്ന് തോന്നുന്നല്ലേ. ഏകദേശം ആ സമയമായി. എല്ലാവരും കൂടെ ഒരു സ്റ്റേയിൽ കാണിച്ചു തരാം. ആ സ്റ്റേ ഒക്കെ വലിയ വെറൈറ്റി ആയിരിക്കും. സ്റ്റേയിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന പോലെ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. പിന്നെ നാളെയാണ് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുന്നത്, അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങൾ. നല്ല രസമുണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് താമസിച്ചിട്ട് ഹായ് അച്ഛേ, ഗുഡ് മോർണിംഗ്. ഹായ് ഗൈസ്, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നുള്ള രാവിലത്തെ വ്യൂ. ഇപ്പോൾ എനിക്ക് വന്ന സമയം ഏകദേശം 6-6:15 ആയി. നല്ല മഞ്ഞാണ്. എൻ്റെ അമ്മോ, എന്ത് രസമാണ് കാണാൻ. ഇതാണ് ഇന്നലെ പറഞ്ഞ നോഹയുടെ പെട്ടകം. ഓ മൈ ഗോഡ്, എന്ത് നല്ല രസമാണ്. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ല തണുത്ത് വിറച്ചിരിക്കുക, നല്ല കാറ്റും. അതിൻ്റെ മോഹമൊക്കെ മരവിച്ച് കുറച്ച് ക്രീം എടുത്ത് പൊത്തണം. സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ ഒക്കെ എടുത്ത് പൊത്തണം. സൺസ്ക്രീൻ ഒന്നും പോയിട്ട് നീ വീടില്ലാത്തടുത്ത്. ആ നോഹയുടെ പെട്ടകത്തിൻ്റെ അടിയിലെ വെള്ളം കണ്ടോ? നോഹയുടെ പെട്ടകത്തിൻ്റെ അടിയിലെ വെള്ളം കണ്ടോ? നമുക്ക് നടന്നിട്ട് വരാം. ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും ഒരു 12 മണിയൊക്കെ, ഞങ്ങൾ എത്തിയപ്പോൾ 11:30 ആയല്ലോ. 12-1 മണിയൊക്കെ വരെ ഈ ബെഞ്ചിലിരുന്ന് സംസാരിക്കണമായിരുന്നു. ഈ ബെഞ്ചിലിങ്ങനെ നിരന്നിരുന്ന് ഇവിടെ ഒരു കൂട്ടം കൂടി നല്ല ചില്ലിരുന്ന് നല്ല രസമാണ്. ഞങ്ങളുണ്ടല്ലോ ഇങ്ങോട്ട് കയറി വന്ന വഴി വാസ് അടിപൊളി. ഞാൻ അതിലൊരു ചെറിയൊരു ഷോട്ട് ഇട്ടേക്കാം. ഇങ്ങോട്ട് കയറിയപ്പം വലിയ സംഭവമായിട്ട് തോന്നില്ല. പക്ഷെ ഇങ്ങോട്ട് കയറി വന്ന ആ പോർഷൻ ഉണ്ടല്ലോ, നല്ല ഏലയുടെയൊക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ, ഏലത്തോട്ടത്തിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. നമുക്ക് ചെറുതായിട്ട് താഴോട്ട് നടന്നിട്ട് വരാം. Come on guys, follow me. അയ്യോ, ഞാൻ ഇന്നലെ വൈകിട്ട് എനിക്ക് വലിയ തണുപ്പ് തോന്നിയില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ലെന്ന്. വലിയ മൈൻഡൊന്നും ഇല്ലാതെ കയറിക്കിടന്ന് തുടങ്ങി. രാത്രിയായപ്പോൾ ഞാനിങ്ങനെ പക്ഷെ ആക്ച്വലി ഇവിടെ ഉള്ളവർക്ക് ഇത് വലിയ തണുപ്പല്ലെന്ന് തോന്നുന്നല്ലേ. നമ്മുടെ ചൂടത്ത് വന്നുകൊണ്ടായിരിക്കും. ഇതൊക്കെ ഒരു കോട്ടേജസ് ആണ് ഇവരുടെ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നി എന്താ പറയുക, ഞങ്ങളുടെ സ്റ്റേ നല്ല അടിപൊളി സ്റ്റേ ആണ്. ഇവിടെ 16 പേർക്കുള്ള ഡോമെട്രി ഉണ്ട്, 32 പേർക്കുള്ള ഡോമെട്രി ഉണ്ട്. അതിൽ നമ്മൾ നമ്മൾ അധികം ആയില്ല ബുക്ക് ചെയ്ത് വന്നപ്പോൾ എല്ലാം തീർന്നു പോയി. അവസാനം നമ്മൾ 32 പേരുടെയിലാണ് വന്നത്. കുറച്ച് പേരേ ഉള്ളൂ, എൻ്റെ ഹാഫ് ആൾക്കാരേ ഉള്ളൂ നമ്മൾ. പക്ഷേ അടിപൊളിയാണ്, എല്ലാം അടിപൊളിയായിരുന്നല്ലോ വന്നപ്പോൾ തൊട്ട്.
അങ്ങനെ ഈ ഗ്രൂപ്പായിട്ടൊക്കെ വലിയ ഗ്രൂപ്പൊക്കെ വരത്തില്ലേ, അങ്ങനെയുള്ളവർക്ക് സൂപ്പർ. എന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് ഈ കോളേജിൽ നിന്നൊക്കെ ടൂറ് വരുന്ന ബാച്ചിലേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊരു ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് വരുവാണ്. കോസ്റ്റ് എഫക്റ്റീവായിട്ടും നല്ല സൂപ്പറായിട്ടും താമസിക്കാൻ പറ്റിയ നല്ല ഡോമിറ്ററിയാണ്, നല്ല ഫെസിലിറ്റി ആണെന്നല്ല. പിന്നെ 3 ബാത്റൂം ഉണ്ട്, നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പക്ഷേ അതൊരു സുഖമാണ്, നമുക്ക് എല്ലാ കൺവീനിയൻസും കിട്ടിയ അത്ര സുഖം വരത്തില്ല. ഇത് കൺവീനിയൻസ് ഒക്കെ ഇച്ചിരി കുറയുമ്പോഴത്തേനും സൂപ്പർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞാൻ 9th 8th തൊട്ട് ഹോസ്റ്റലിലാണ് താമസിച്ചിട്ടുള്ളത്, കോളേജ് തീർന്നവരെ. അപ്പോൾ അന്നൊക്കെ എല്ലാം ഇങ്ങനെ ഡോമിറ്ററിയിൽ കണ്ട് പ്രത്യേകിച്ച് സ്കൂളിൽ ഇങ്ങനെ 12 വരെ ഡോമിറ്ററിയിലൊക്കെ ആയിരുന്നു താമസിച്ചിരുന്നത്. ആ ഒരു ഫീലൊക്കെ നല്ല രസമുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഡ്രസ്സ് മാറാൻ പോവുക, എല്ലാവരും ഒരുമിച്ച് പാലേ പോവാം, വാഷ്റൂമിൽ പോകാൻ. അങ്ങനെ ഭയങ്കര സൂപ്പർ ഫീലിംഗാണ്. ഐ മിസ് മൈ സ്കൂൾ ഡേയ്സ്. എൻ്റെ സ്കൂളൊക്കെ ഞാൻ മിസ് ചെയ്യുന്നു. മഞ്ഞ് വയ്ക്കാം കൊക്ക. This is called coca. Oh my god. എൻ്റെ അമ്മേ, ഇങ്ങനെയുള്ള തണുപ്പ് ഹൈ റേഞ്ച് ഏരിയയിലോട്ടൊക്കെ ടൂറ് പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ടിപ്പ്. പക്ഷെ അറിയാമെങ്കിൽ നമ്മൾ നിസ്സാരമായി അവഗണിക്കുന്ന ടിപ്പാണ് ഒരു സിട്രസിനെങ്കിലും വാങ്ങിച്ച് കൈ വെക്കണം. ഒരു സിട്രസിനും $1. ഇന്നലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ജെയ്മി സിട്രസിന് ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നു കൊടുക്കാൻ. സാധാരണ എപ്പോഴും എടുക്കുന്ന 3 അല്ല എന്താ ഇടുക്കി കുമ്പളിയിൽ വലിയ തണുപ്പൊന്നും കാണത്തില്ലല്ലോ എന്ന് വെച്ച് വന്നതാണ്. പക്ഷെ ഇച്ചിരി സിട്രസിനും ഇച്ചിരി പാരസെറ്റമോളും, പിള്ളേരുണ്ടെങ്കിൽ കഫ് സിറപ്പും അവർക്കുള്ള പാരസെറ്റമോളും, അങ്ങനെ എല്ലാ മരുന്നുമായിട്ട് വരുന്നതായിരിക്കും. പെട്ടെന്ന് വരുന്നവർക്കൊക്കെ പുല്ലാടെ ചൂടത്തുനിന്ന് വരുന്നവർക്ക് അവർക്കൊക്കെ ചിരിച്ചാൽ ആ ഒരു ഫീലിംഗ് ആയിരിക്കും. പക്ഷെ ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം ഈ വ്ളോഗ് എന്തിനാണ് ചെയ്യുന്നത് അറിയാം. എനിക്ക് കുറേ നാളെ വ്ളോഗ് ചെയ്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് സൂപ്പറാ. എനിക്കതൊന്ന് കാണിക്കണം തോന്നി, അതിന് മനഃപൂർവ്വം ഞാൻ ചെയ്തതാണ് ഈ ഒരു ആംബിയൻസ്. അപ്പോൾ ഗ്രൂപ്പായിട്ട് വരുന്നൊരു, അല്ലാതെ എന്താ പറയുക, ഫാമിലീസിനും കോട്ടേജസൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് ഡോമിറ്ററീസ് അടിപൊളി. നമ്മളിനി എവിടെ പോകുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല, നമ്മൾ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അടുത്തൊരു ബീഫ് ഫാം ഉണ്ടെന്ന് കേട്ടിട്ടല്ലേ ഞാൻ ഇന്നലെ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്ത് അവിടെ പോകണമെന്നുണ്ട്. നമുക്ക് ആദ്യം അവരെ പോയി എഴുന്നേൽപ്പിക്കാം. എല്ലാവരും പോയി ഉഷകാലം പാടി എഴുന്നേൽപ്പിക്കാം. കമോ എല്ലാവരും ഉണരട്ടെ. ഈ 6 മണിയായി പിന്തിരി കിടന്നുറങ്ങുന്നു. ഞങ്ങളിപ്പോൾ പ്രഭാതത്തിൽ ഉണരും, പ്രഭാതത്തിൽ പാടുകയാ തൃപ്പാദങ്ങൾ ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. ഈ പകലൻ ജീവിതത്തിൽ തെറ്റ് വരാതെ, ഈ പകലൻ ജീവിതത്തിൽ തെറ്റ് വരാതെ, രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്തിൽ താങ്ങണേ, രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കാരത്തിൽ താങ്ങണേ. 4ാമത്തിലുള്ളവർ മോദമോടെ വാഴ്ത്തുന്നു, 4ാമത്തിൽ ആട്ടിടയർ നടന്നു, ആനവൻ തന്നെ നോക്കി അവർ ആട്ടിടയർ നടന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി ആട്ടിടയർ നടന്നു. നമ്മുടെ സ്റ്റേയുടെ അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്ന വ്യൂ ഇന്നലെ രാത്രിയിൽ നല്ല രസമായിരുന്നു. ഇന്ന് രാവിലെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാവിലെ രാത്രി പറയുമ്പോൾ ഒരു ഹൊറർ ഫീലായിരുന്നു, ഒരു കാട്ടിക്കൂടെ പോകുന്നൊക്കെ ഫീല്. രാവിലെ ആകുമ്പോൾ പിന്നെ നമ്മുടെ ഹൊററിൽ സംഭവം അങ്ങ് പോവല്ലോ. അങ്ങനെ ഞങ്ങളുടെ 3 കാറുകൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് നമ്മള് ഇന്ന് സൺഡേ അല്ലേ, അപ്പൊ നമ്മളൊരു ചർച്ചിൽ പോവും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എന്താന്ന് പിന്നെന്താന്നറിയാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ മുന്തിരിത്തോട്ടം ഡെഫിനറ്റ്ലി മുന്തിരിത്തോട്ടത്തിൽ പോകണം. കുറെ നാളായി പറയുന്നു അങ്ങനെ മുന്തിരി പറിച്ച് തിന്നണം. ഇപ്പൊ നമ്മൾ ഏലത്തോട്ടം കണ്ടോണ്ടിരിക്കുകയാണ്. ഇതാണ് ദിസ് ഇസ് അവർ ഏലത്തോട്ടം.
ഇതല്ലേ ഓ നോ അതൊന്നും കാണത്തില്ല. ഇതിന്റെ ചോട്ടിൽ ഏലം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഇതിന്റെ ചോട്ടിൽ ഈ ചെടിയുടെ ചോട്ടിലാണ് ഏലം കിളിക്കുന്നത്. ഓ നോ സോറി, പറ്റുവാണ് വേറെ വ്യൂ കാണിച്ചത്. ഓ മൈ ഗോഡ്, സൂപ്പർ വ്യൂ. ഇത് വീഡിയോ കാണുമ്പോൾ അത്ര ഇമ്പാക്റ്റ് ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല വ്യൂ ആണ്. ഇത് നല്ല കുത്തിനെ ഇറക്കമാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. കുമളി സ്ട്രീറ്റിലെ ചിപ്സ് കച്ചവടം. ഇവിടെ ഫുൾ നമ്മുടെ ഏത്തയ്ക്കുപ്പേരിയാണ്. ഏത്തയ്ക്കുപ്പേരി എല്ലാ കടകളിലും ഏത്തയ്ക്കുപ്പേരി. അതെ, ചിപ്സും അലുവയും നിരത്തി ഇത്രയും കടകളിൽ നിന്ന് ആൾക്കാർ വാങ്ങിക്കാനുണ്ടായിരിക്കും അല്ലേ. അടുത്ത കടക്കകത്ത് ഫുൾ അടുക്കി വെച്ചേക്കുന്ന ചിപ്സ്. ഓ മൈ ഗോഡ്, അവിടെ അടുത്ത ചിപ്സ് കട. ഓ മൈ ഗോഡ്, പിന്നെയും ചിപ്സ് കട. ചിപ്സ് അവിടെ വേറെ എന്തൊക്കെ ഉണ്ട്. വീണ്ടും ചിപ്സ്, ചിപ്സ്, അടുത്ത ചിപ്സ്. ഇങ്ങനെ നിരത്തി ഇവിടെ എല്ലാം ചിപ്സ് കടയാണ്. പിന്നെ കുറെ ഇപ്പൊ ക്രിസ്മസ് സീസൺ ആയിട്ട് ക്രിസ്മസിന്റെ സാധനങ്ങൾ. പിന്നെ ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവിൽ പോയി. അവിടെ ചെന്ന് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ അതിനൊന്നും ഞങ്ങൾ പോയില്ല. ജസ്റ്റ് അവിടെ ചെന്ന് ആ സ്ഥലമൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് കടകളൊക്കെ കയറി ഇറങ്ങി. ഈ ടൈഗറിൻ്റെയും അങ്ങനത്തെ അതിൻ്റെ സ്പെസിഫിക് ടീഷർട്ട്സൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്ക്. പിന്നെ നമുക്ക് ഈ ഷോ പീസായിട്ട് വെക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് കണ്ട് എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെ കുരങ്ങന്മാരായിരുന്നു മെയിൻ അട്രാക്ഷൻ. എന്ത് പൈപ്പ് നശിപ്പിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അസഫിനെ പോലെ മുട്ടൻ അലമ്പ് കുരങ്ങൻ. എങ്ങനെയാണ് തള്ളി ചക്കമൂട്ടിക്കാരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. ഇത് ചക്കമൂട്ടിലല്ലേ? മല മല. മമ്മി, നമ്മൾ ഇന്നലെ രാത്രി വരുമ്പോ ഇങ്ങനെയൊക്കെയാ കാണുന്നേ. ആ അത് തന്നെ, രാത്രിയിൽ വന്നോണ്ട് മമ്മിക്ക് അധികം ഒന്നും കാണാൻ പറ്റില്ല. പ്ലാസ്റ്റിക് പ്രകൃതി നശീകരണം. പ്ലാസ്റ്റിക് പുറത്തിട്ടിരുന്നത് വണ്ടിക്കകത്ത് ഇതുപോലൊരു കവർ വെച്ചിട്ട് വണ്ടിക്കകത്ത് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് സ്വന്തം വീട്ടിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്യാം. ഈ ലോറി ഇങ്ങനെ വളച്ചെടുത്ത് അതിന്റെ കീഴിലോട്ടാ കാറുകാരൻ കയറ്റിക്കൊണ്ടിരുന്നു. കണ്ടല്ലോ വാഴത്തോപ്പ്, തെങ്ങും തോപ്പ് കണ്ടല്ലോ, തെങ്ങും തോപ്പും കണ്ടല്ലോ, വാഴത്തോപ്പും കണ്ടല്ലോ. അങ്ങനെ നമ്മൾ നല്ല തമിഴ്നാടൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. കമോൺ, മുന്തിരിങ്ങ തോപ്പ്. അവരെന്റെ കൊങ്ങക്ക് പിടിക്കും. മമ്മി കുഞ്ഞന്തി ബിലൈന്റെ കൂടെ ഞാൻ ക്യാമറ കൂടെ ചേർന്നോ? അങ്ങനെ കുറച്ചു നേരം മുന്തിരിത്തോട്ടത്തിലും ഒന്ന് കണ്ടെന്ന് വിലസി. അവിടെ ഫ്രഷ് വൈൻ കൊടുക്കുന്നുണ്ടായിരുന്നു. വൈനും ഗ്രേപ്സൊക്കെ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറുക്കൻ മുന്തിരിങ്ങ പറിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട്, സ്ലൈഡും സ്വിങ്ങൊക്കെ ആയിട്ട്. അത് കുറച്ച് നേരം അസഫ് ഒന്ന് കളിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വെറുതെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടാസ്വദിക്കുന്ന ഓഡിയൻസിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരട്ടെ. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇതിലിപ്പോ ഏതാ ബോർഡർ? അങ്ങനെ ഒരു വരയുണ്ടോ? ഓ, ഈ തുറന്നു വെച്ചേക്കുന്നേ. യു മീൻ ദിസ് ചെക്ക് പോസ്റ്റ്?
ഓ ഇങ്ങനെ കറക്റ്റ് വരെയൊക്കെ കുമളി ചെക്ക് പോസ്റ്റ് എഴുതിക്കുന്നുണ്ടല്ലേ സ്റ്റോപ്പ് എന്തിയേ ലെഫ്റ്റ് സൈഡ് സ്റ്റോപ്പ് 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 തമിഴ് ഇവിടെ ഇത് തമിഴ്നാട് ഇത് കേരള അല്ല ഇത് പോയല്ലോ ഓക്കെ ക്രോസ്ഡ്. സോ നെക്സ്റ്റ് ഓഫ് ടു ഫിലിപ്സ് നാച്ചുറൽ ഹണി ആൻഡ് ബീ ഫാം. ഈ പറയുന്നതൊക്കെ തേനീച്ചയുടെ വിശേഷങ്ങളാണ്. അത് ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ താല്പര്യമുള്ളവർ അത് കണ്ടുവയ്ക്കാതെ കേട്ടോ. എല്ലാം പണിയും ചെയ്യുന്നത് പെണ്ണീച്ചകളാണ്. മടീനീച്ച അടുത്ത് ചെയ്തത്. പിന്നെ ഈ പെണ്ണീച്ച കുത്തത്തുള്ളൂ കേട്ടോ. പിന്നെയുള്ള പെണ്ണീച്ച അല്ലേ? രാജാന്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആണീച്ച ഇമാർ അറിയപ്പെടുന്ന മടീനീച്ച എന്നാ. ഇവന്മാര് തേൻ കുടിക്കാൻ റീപ്രൊഡക്ഷൻ മാത്രമല്ല ഇവന്മാരുടെ പരിപാടി. എന്താ എൻജോയ് ചെയ്യുന്ന അമ്മാരാ. ചിക്കൻ ബിരിയാണി കാണിക്കാമേ. പേടിക്കൊന്നും വേണ്ട, കൈ വീശാണ്ടിരുന്നാ മതി. കൈ വീശിക്കൊണ്ടിരിക്കണം. നമ്മള് ചുമ്മാ നിന്നാ മതി. തേനീച്ച കുത്തുന്ന ഒരു ഫിയറില്ല, ഒരു ഷോക്കില്ല. തേനീച്ച കുത്തുന്നത് നല്ല കേട്ടോ. ഹണിക്കോമ്പാ ആർക്കും തേൻ ടേസ്റ്റ് ചെയ്യണ്ട്. ഹണിക്കോമ്പിന്ന് ഭയം ഇല്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് ചെയ്യും. പതുക്കെ പുറകോട്ട് വലിക്കില്ലേ. താൻ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വലിക്കല്ലേ. ഓക്കെ. ആർക്കാ തേൻ ടേസ്റ്റ് ചെയ്യണ്ടേ? ബാ വേണോ? തേൻ വേണോടാ? പതുക്കെ പുറകോട്ട് വലിക്കില്ലേ. ഒരു 10 പേരുടെ വന്നാൽ കോമ്പങ്ങ് തീരും. ഈച്ചയാണ് ഇവരുടെ തേൻ. ഇതാ തേൻ. ഞാൻ അടച്ചോട്ടെ, എന്നിട്ട് നിങ്ങൾ പായോ. ഈ കാണുന്ന ഈ അച്ചായനാണ് അവിടെ ദൂരെ ബോർഡയിൽ താടിയിൽ തേനീച്ചയൊക്കെ ആയിട്ടിരിക്കുന്ന അച്ചായൻ. തേൻ വാങ്ങിക്കാൻ ബീ ഫാമിൽ വന്നിട്ട് കൊല വാങ്ങിച്ചുകൊണ്ട് പോകാൻ വന്നേക്കുന്നു. ഇവർ കൊടുക്കാൻ വെട്ടി വെച്ചേക്കുന്ന കേട്ടോ. മമ്മിയുടെ ഒക്കെ കണ്ണ് വാഴക്കൊലയിലേക്കാണ് പോയത്. വാട്ടെ ബഹളം. ബാഹുബലി. സോ ഞങ്ങൾ എല്ലായിടത്തും പോയിട്ട് വി ആർ ബാക്ക്. ഞങ്ങൾക്ക് വൈകിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ ബാർബിക്യൂനുള്ളതൊക്കെ റെഡിയാക്കി വെക്കുവാണ്. സോ എക്സൈറ്റഡ്. ക്രിസ്മസിനുള്ള ഡെക്കറേഷൻസ് ഒക്കെ അവർ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അസാഫിന്റെ എക്സൈറ്റ്മെന്റ് ആണ് കാറ്റടിച്ചിട്ട്. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Ooh, blue lights. Dressa Safe? Dressa le. Ah. ചോറുകൊടുത്തന്റെ തന്റെ സ്വന്തമാക്കി മാറ്റി മാറിച്ചു ഉള്ളത് പറഞ്ഞ എന്താ പറയാ. സോ അങ്ങനെ ഞങ്ങൾ തേനൊക്കെ വാങ്ങിച്ച് നല്ല സൂപ്പറായിട്ട് റെഡിയായി തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി താഴെ ബാർബിക്യൂനുള്ള സെറ്റപ്പ് ചെയ്യുന്ന കണ്ടായിരുന്നല്ലോ. ഇനി അവിടെ പോയി ബാർബിക്യൂ ചെയ്യാൻ പോവുകയാണ്. Come on guys. അവിടെ പോയി ചില്ലാൻ. ഓൾറെഡി അവിടെ പാട്ടുമേളൊക്കെ തുടങ്ങി. ഞങ്ങൾ കൊച്ചിനെ കുളിപ്പിച്ച് പിടിച്ചിട്ട് ലേറ്റ് ആയി പോയി.
ആരാ ലോക്ക് ചെയ്തത്? ജയ്സ്ലജാസിന് മനസ്സിലായി ഏതാണ്ട് അവസ്ഥ എന്താന്ന്. ഞാൻ പാടിക്കോളാം. നിരാശയിനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. തലമുറ തലമുറയാ തലമുറ തലമുറയാ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ, മരണഭയം എല്ലാം മാറിടട്ടെ. അല്ല ഞങ്ങളിവിടെ കുമളി വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്ത സ്ഥലം വാസ് അടിപൊളിയായിരുന്നു. അതുപോലെ ഡോമെട്രിയിലെ എല്ലാവരോടും കൂടെയുള്ള നല്ല ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആണെങ്കിൽ സൂപ്പറാണ് ഒരുമിച്ച് ചെയ്യാൻ നിൽക്കാനൊക്കെ. അതുപോലെ 2 ബാർബിക്യൂ, ആ ഒരു മൊമെൻറ്റ് നല്ല രസമായിരുന്നു. പിന്നെ ഇന്നലെ ഹണികോം കാണാൻ പോയ ഇത് പേരെന്തോ തേനീച്ച കൃഷി കാണാൻ പോയത്, അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആയിരുന്നു. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേ ആയിരുന്നു. സോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എല്ലാവരും ഒരുമിച്ചുള്ള ഈ കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. ഞങ്ങളപ്പോൾ ഇന്നലത്തെ ബാർബിക്യൂ ഒക്കെ കഴിച്ച് ഡാൻസൊക്കെ ചെയ്ത് രാത്രിയിൽ എല്ലാവരോടും കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ അച്ഛന്മാരെല്ലാം കൂടെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ പോയേക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ആ വഴി ഞങ്ങൾ വീട്ടിൽ പോവാണ്. പോകുന്ന വഴിക്ക് കുട്ടിക്കാനത്തൊക്കെ കയറണം. ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നും നാളെയും കത്തും ദീപം, ഇന്നും നാളെയും കത്തും ദീപം, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. അത് തലമുറ തലമുറ കൈമാറും, തലമുറ തലമുറ കൈമാറും. അഖില ലോക രക്ഷിതാവായ ഈശോ മിശിഹായിക്ക് So thank you for watching. Please subscribe to the channel. Bye. Ta-ta.